മന്ത്രി എന്നുള്ള രീതിയിൽ കൃഷി വകുപ്പായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു പി തങ്കച്ചൻ? എങ്ങനെയാണ് പി തങ്കച്ചൻ എന്നുള്ള മന്ത്രിയെ നമ്മൾ ഓർത്തെടുക്കേണ്ടത്? പി തങ്കച്ചൻ മന്ത്രിയായി വരുന്ന ഒരു കാലഘട്ടത്തിനൊരു പ്രസക്തിയുണ്ട്. കാരണം കെ കരുണാകരനെ മാറ്റി കെ ആന്റണി കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോഴാണ് നിയമസഭാ സ്പീക്കറായിരുന്ന പി തങ്കച്ചൻ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി വരുന്നത്. ഒരു വർഷമാണ് അദ്ദേഹത്തിന് കൃഷിമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞ. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഭരണമാറ്റം ഉണ്ടാകുന്നു. അതുവരെ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആ സർക്കാരിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് മുന്നോട്ട് പോയി. അതിനു മുൻപ് 4 വർഷക്കാലം, അതായത് 1991 മുതൽ 95 വരെ പി തങ്കച്ചനായിരുന്നു കേരള നിയമസഭയുടെ സ്പീക്കർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് യുദ്ധങ്ങൾ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കെ ആന്റണിയും കെ കരുണാകരനും നേരിട്ട് നിന്ന് പോരാടിയിരുന്ന കാലഘട്ടത്തിൽ അതിലൊക്കെ ആ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു നേതാവാണ് പി തങ്കച്ചൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുന്നണി UDF എന്ന മുന്നണി സംവിധാനത്തിനകത്ത് പലവിധ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വന്ന സമയങ്ങളിലൊക്കെ തന്നെ അതിന്റെ കൺവീനറായി നിന്നുകൊണ്ട് ആ മുന്നണിയെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി അക്കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പി തങ്കച്ചന് ഏറെക്കാലം UDF എന്ന സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ നയിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആ മുന്നണിക്കുള്ളിലെ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരുമിപ്പിച്ച് നിർത്തുന്നതിലും പി തങ്കച്ചൻ വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നോക്കുകയാണെങ്കിൽ എറണാകുളത്തെ അങ്കമാലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അവിടെ നിന്ന് അദ്ദേഹം 4 തവണ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. വളരെ തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പി തങ്കച്ചൻ അദ്ദേഹം DCCയുടെ അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം TH മുസ്തഫയെ പോലെയുള്ള നേതാക്കൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പി തങ്കച്ചന്റെ മരണ വാർത്ത നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കണ്ടത് TH മുസ്തഫ മരിച്ച സമയത്ത് അദ്ദേഹം TH മുസ്തഫയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തുമ്പോൾ കണ്ണുകളോടെ പി തങ്കച്ചൻ അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്റെ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകുന്നതൊക്കെ ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ഓർമ്മ വരികയാണ്. കാരണം അത്തരത്തിൽ ഐ ഗ്രൂപ്പിലെ ശക്തരായി നിന്നിരുന്ന ഒരു കാലഘട്ടം പി തങ്കച്ചൻ ഉണ്ടായിരുന്നു. പിന്നീട് കെ കരുണാകരനോടൊക്കെ ഒപ്പം പോവാതെ അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്ന, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി ആ വികാരത്തിന് വേണ്ടി ഒപ്പം നിന്നയാളാണ് പി തങ്കച്ചൻ എന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അതാണ് UDFൽ ഘടകകക്ഷികളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ 2005 മുതലുള്ള 13 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആ കാലഘട്ടം നമുക്കറിയാം. നേരത്തെ ബിന്നിൽ സൂചിപ്പിച്ച പോലെയുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ സജീവമായിരുന്ന സമയത്തൊക്കെയും കോൺഗ്രസിനെയും UDFനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായി മാറുകയും ചെയ്യുന്നത്.